ഗുഡ് മോർണിംഗ്. സൺഡേ ആണ്. സൺഡേ ആയിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണമല്ലോ. ഇന്നൊരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ എഴുന്നേറ്റിപ്പോൾ ഭയങ്കര മടി, അല്ലെങ്കിൽ മടിയാണല്ലോ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ക്ലാസ്സും ഇല്ല, ഷോപ്പിലും പോകണ്ട. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മടി. ഉലുവയും അയമോദകോട്ട് തിളപ്പിച്ച വെള്ളം കേട്ടോ, വയറിനൊക്കെ നല്ലതാണ്. ഒരു മോർണിംഗ് ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുടിച്ചു തുടങ്ങിയതാണ്. ഞാൻ ജീരക വെള്ളമാണ് സാധാരണ കുടിക്കാറ് രാവിലെ. ഇനിയിപ്പോൾ ഈ വയറിൻ്റെ പ്രോബ്ലംസൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഉലുവയിലേക്കും അയമോദകത്തിലേക്കും മാറിയത്. നല്ലതാണ് ഡെയിലി രാവിലെ കുറച്ച് ചെറിയ ഇളം ചൂടുവെള്ളം കുടിക്കണത്. അപ്പം അങ്ങനെ കല്യാണത്തിന് പോകണം. ഇപ്പം മഴയൊന്നുമില്ല, കുറച്ച് ലോങ്ങാണ് പോകാനുള്ളത്. സാരിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കണം, എന്താവുന്നൊന്നും അറിയില്ല. മോളെ എഴുന്നേറ്റിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് തരാൻ പറയണം. മോളുടെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ മാരേജ്. ഇന്നത്തെ സൺഡേ വിശേഷങ്ങൾ അങ്ങനെയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. സാരിയാണ് കൊടുക്കണത്, സാരി കൊടുക്കാം. ഞാൻ ഹെയർ ഇന്നലെ തന്നെ വാഷ് ചെയ്ത് സെറ്റ് വെച്ചിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ തല നനയ്ക്കാത്ത. തല നനച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഹെയർ സെറ്റ് ചെയ്താലും അത് കംഫർട്ടാവില്ല. അപ്പോൾ അത് നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. ഞാൻ വാസ്ലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. മോയ്സ്ചറൈസർ നല്ലോണം യൂസ് ചെയ്തോളൂ കേട്ടോ. കാരണം ഫേസ് ഡ്രൈ ആവണത് നമുക്ക് നമ്മളുടെ വീട്ടിലെ മിററിൽ നോക്കുമ്പോഴൊന്നും അറിയില്ല. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല അല്ല, എനിക്കറിയാം ഷോപ്പിൻ്റെ അവിടെ ഗ്ലാസ് ഹൗസ് ഉള്ളതുകൊണ്ട് ആ മിററിൽ പോയിട്ട് നോക്കുമ്പോഴാണ് ഫേസൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള അറിയാം. അറ്റ്ലീസ്റ്റ് മോയ്സ്ചറൈസർ നല്ലോണം അപ്ലൈ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിച്ചോളാം. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കാണാനും മറക്കരുത്. അപ്പോൾ ഒരു സിമ്പിൾ വെഡ്ഡിങ് മേക്കപ്പാണ് കേട്ടോ. വെറുതെ കയ്യിലൊന്ന് ഇത്രയാക്കി വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എനിക്ക് നല്ല ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്ത് ആക്കണേ. കാരണം ഞാൻ ഫേസിൽ അധികം മേക്കപ്പ് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ ഇന്ന് കല്യാണം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാരി തേക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരത്തൊരു ഭയങ്കര നമുക്കിങ്ങനെ ബ്ലെൻഡ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്താലേ, നമ്മൾ ഡ്രൈ ആണെങ്കിൽ നമുക്കത് മേക്കപ്പ് കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവില്ല. അത് ഒരു പ്രോബ്ലം ആണ്. നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഡ്രൈനെസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്തെന്നപ്പോൾ പറയാം, അറിയാലോ, ഒരു തരിതരിയൊക്കെ ഫീൽ ആ ഒരു ഉള്ള ഒരു സ്കിന്നില്ലേ, ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പറയും വേണ്ട. ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കും. പിന്നെ സൺസ്ക്രീൻ ഇപ്പം മഴയാണ് എങ്കിൽ കൂടെ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യാണ്ട്. ഞാനങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഈ പറയണ ഞാൻ സൺസ്ക്രീൻ അങ്ങനെ റെഗുലർ യൂസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഒരു സൺസ്ക്രീനെങ്കിലും അപ്ലൈ ചെയ്യണം എന്നാണ് പറയണത്. അപ്പോൾ അതും ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ നമ്മളുടെ സ്കിന്നിനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ പോണ വഴിക്ക് മഴ മാറി വെയിലാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് സൺസ്ക്രീനും യൂസ് ചെയ്ത് കൊടുക്കും. ഞാൻ ലാക്മിയുടെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യണത്. സൺസ്ക്രീൻ നമ്മൾ 2 ഫിംഗർ വെച്ചിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി ബ്ലെൻഡ് ആയിക്കോളും. ചില സൺസ്ക്രീൻ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ഇത് വരും. ഇത് അത്ര കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോവും. സാരി ഉടുക്കണം എന്നൊക്കെ വിചാരിച്ചു. സാരി ഉടുത്തിട്ടുള്ള വോക്കൊന്നും ഞാൻ അധികം ഒരു ഫംഗ്ഷനും അങ്ങനെ സാരി യൂസ് ആക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മറ്റേ കോട്ടൺ സാരികൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഈ പട്ട് സാരി ഒന്നും ഉടുക്കണത് ഒട്ടും ഇഷ്ടമല്ല. സാരി ഒട്ടും കംഫർട്ടല്ല. പിന്നെ ഉടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബോഡി ഹഗ്ഗിങ് ആയി എടുക്കണ സാരി ഇല്ലേ, അതിനോട് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. അതാവുമ്പോൾ നമുക്ക് ഈസി ടു വെയർ ആണ്. പിന്നെ നമുക്ക് നല്ല കംഫർട്ടാണ്. പിന്നെ നമ്മളുടെ ബോഡിക്കായാലും നല്ല നമുക്ക് കാണാനൊരു നല്ലൊരു സ്ട്രക്ചറൊക്കെ ഫീൽ ചെയ്യും. എപ്പോഴും ഈ പൊന്തി നിൽക്കണ ഇങ്ങനെ പട്ടുസാരിയൊക്കെ കൊടുക്കണേക്കാളും നല്ലത് എപ്പോഴും നമുക്കൊരു നല്ല കംഫർട്ടും നല്ലൊരു കാഷ്വൽ ലുക്കൊക്കെ തോന്നിക്കാൻ അങ്ങനെയുള്ള സാരികൾ ബെസ്റ്റാണ്. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ഫൗണ്ടേഷൻ അല്ല കേട്ടോ. നമുക്ക് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് പ്രൈമർ യൂസ് ചെയ്യാം. ഞാനങ്ങനെ പ്രൈമറൊന്നും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഓവർ മേക്കപ്പിൻ്റെ ഒരാളല്ലാണ്. പ്രൊഡക്റ്റ് കറക്റ്റ് ഫോളോ ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പ്രൈമർ, ദെൻ ഫൗണ്ടേഷനൊക്കെ കൺസീലറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ ആ വക ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ ലാക്മിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ്. ഒരുപാട് വർഷമായിട്ട് ഞാനിത് തന്നെ യൂസ് ചെയ്യണം. എനിക്ക് കംഫർട്ടാണ്. നമുക്ക് സ്കിന്നിനോട് നല്ല മാച്ചായിട്ട് ഫീൽ ചെയ്യും. ഇത് കണ്ട് പേടിക്കണ്ട. ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തതാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഫേസും നെക്കും 2 ഷെയ്ഡായിട്ട് തോന്നും. കാരണം നമ്മളിതൊക്കെ വെയിൽ കൊള്ളണ ഭാഗങ്ങളല്ലേ. അപ്പോൾ എപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടായിരിക്കും.
പിന്നെ ഈ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യണേക്കാളും നല്ലത് നമ്മൾ ഫിംഗർ യൂസ് ചെയ്യുക. കാരണം സ്പോഞ്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രൊഡക്റ്റ് മൊത്തം നമ്മളുടെ സ്പോഞ്ചിൽ കവറായിട്ട് പോകും. അപ്പോൾ അതിലും നല്ലത് നമ്മളുടെ ഫിംഗർ വെച്ചിട്ട് തന്നെ നന്നായി സെറ്റ് ചെയ്തെടുക്കുക. കാരണം നന്നായി ബ്ലെൻഡ് ആവാനും സ്പോഞ്ചിനെക്കാട്ടിലും എനിക്ക് കംഫർട്ട് നമ്മളുടെ ഫിംഗർ വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ക്രീമും കൂടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റോപ്പ് ക്രീമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ്റെ കൂടെ തന്നെ നമുക്കത് മിക്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ക്രീം നമുക്ക് യൂസ് ആക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫൗണ്ടേഷൻ ആയാലും മതി. അപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ നെക്കും ചെവിയുടെ ഈ പോർഷനും കവർ ചെയ്യാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിട്ട് പോകും. കാരണം നമ്മൾ ഇപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യും, അപ്പോൾ നെക്ക് വേറെ കളറായിരിക്കും. ഇയറിൻ്റെ പോർഷൻ കവർ ചെയ്തില്ലെങ്കിൽ അതും. കാരണം നമ്മൾ ഇതൊക്കെ വെയിൽ കൊള്ളുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെതൊക്കെ ആ ഒരു ഷെയ്ഡ്, ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാവും. നല്ല പ്യുവറായിട്ട് വെള്ള കളറുള്ളവർക്ക് കുഴപ്പമില്ല. നമ്മളെപ്പോലെയൊക്കെ ഒരു ടോണിൻ്റെ വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു കളർ ചേഞ്ച് ഉള്ളവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ സ്റ്റോപ്പ് ക്രീം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് NYBയുടെ സ്റ്റോപ്പ് ക്രീമാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇതൊന്നും ചെയ്യാറില്ല. കാരണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എൻ്റെ മുഖത്ത് എന്തായാലും ഉണ്ടായിരിക്കും. അത്രയും പിമ്പിൾ കവർ ചെയ്ത് വരും. ഇപ്പോൾ ഉള്ള പിമ്പിളൊക്കെ തന്നെ ഇപ്പോൾ ഒന്നൊന്ന് ബാക്കിലേക്ക് അമർന്ന് പോകണമല്ലോ. അപ്പോൾ പൂർവാധികം ശക്തിയോടെ നമ്മുടെ പിമ്പിൾ വരേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാതും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. ആദ്യം നമ്മൾ മേക്കപ്പ് ചെയ്യണത് മാത്രമല്ല, അത് നമ്മളുടെ ഫേസിൽ എത്രത്തോളം അത് നമ്മൾ ബ്ലെൻഡ് ആക്കണോ എന്നതിനനുസരിച്ച്. എൻ്റെ ബ്ലൗസിൻ്റെ നെക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയിട്ടില്ലേ, ഞാൻ പറഞ്ഞത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1 ടൈം ഒരു കല്യാണത്തിന് മാത്രമേ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അതങ്ങനെ യൂസ് ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ കൊണ്ട് മോളൊരു ഷൂട്ടിനൊക്കെ ഇട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണ്ടെങ്കിലും അത് നന്നായിട്ട് ബ്ലെൻഡ് ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും വാരി തേച്ച പോലെയാവും. കാരണം അവിടെ ഇവിടെ പണ്ട് ചൂട്ടുമായിട്ട് നിൽക്കുന്നൊക്കെ പറയും. അപ്പം അങ്ങനെ. അപ്പോൾ ഈ ഫേസിലെ കലാപരിപാടികൾ നമുക്ക് ഏകദേശം ഇത്രയുള്ളൂ. പിന്നെ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് അതൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്യാറ് ലാക്മിയുടെ കോമ്പാക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത്രയും ചെയ്തതോ അവിടെ ഒന്ന് ഇരിക്കണ്ടേ, അപ്പോൾ അതിന് നമുക്കൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി ബ്ലഷും ഹൈലൈറ്ററും ആണ്. ഇൻസൈറ്റിൻ്റെ ആണ് ബ്ലഷ് വരുന്നത്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കല്യാണം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് അവിടെ. ഞാനെല്ലാം ഫിംഗർ വെച്ചിട്ട്, കാരണം നമ്മളൊരു സ്പോഞ്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി ആ സ്പോഞ്ചിൽ പോവും. അപ്പം അതിലും നല്ലത് നമ്മളുടെ ബ്രഷായിട്ട് നമ്മളുടെ ഫിംഗർ തന്നെ യൂസ് ചെയ്യണതല്ലേ. ഇത് മതി, ഓവറായി കഴിഞ്ഞാൽ കൊളായി പോവും. ഇത് ലിക്വിഡ് ഹൈലൈറ്റർ ആട്ടോ. ലിക്വിഡ് ഹൈലൈറ്ററും ഉണ്ട്, പൗഡറും ഉണ്ട്. ഓരോരുത്തരുടെ കംഫർട്ടിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ആക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഏതെങ്കിലും ക്രീം നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ ആഡ് ചെയ്യാന്നാണ് അല്ലെ യൂസ് ചെയ്യാന്നാണ്. ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഗ്ലിറ്ററിങ് കിട്ടും. നമുക്ക് നല്ലൊരു ഗ്ലിറ്റർ ഷെയ്ഡ് നമുക്ക് വരും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഗ്ലേസിങ് നമ്മളുടെ ഫേസിലുണ്ട് എന്നുള്ളത്. അത് പൗഡർ വേണമെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം, ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. ഐബ്രോ ഒന്ന് നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം. ഐബ്രോ പെൻസിൽ എപ്പോഴും നമ്മൾ ബ്ലാക്ക് വാങ്ങരുത്, ബ്രൗൺ വാങ്ങിക്കുക. കാരണം ബ്ലാക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾക്ക് പിള്ളേർക്ക് കണ്ണെഴുതി കൊടുക്കില്ലേ, നമ്മൾ പുരുകം വരച്ചു കൊടുക്കില്ലേ, അതേപോലെ ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഐബ്രോ പെൻസിൽ ബ്രൗൺ വാങ്ങിക്കുക കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയണതായിരിക്കാം. അല്ല നമ്മൾ അത് വ്യത്യാസം നല്ലോണം മനസ്സിലാവും. അതുപോലെ ഐബ്രോ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ ഈ ഡൗൺ പോർഷൻ, താഴെയുള്ള പോർഷനിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരച്ചു കൊടുക്കുക. അതും സ്റ്റാർട്ടിങ് എന്നല്ല, ഒരു മിഡിൽ നിന്ന് അത് മുകളിലേക്ക് വരച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതാവുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് സ്പ്രെഡായിട്ട് വരും. നമ്മുടെ സ്റ്റാർട്ടിങ് പോർഷനിലേക്ക് സ്പ്രെഡായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഐബ്രോ എഴുതിയിട്ടുള്ളതാണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയണത് കേട്ടോ.
അത് സ്പ്രെഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലേക്ക് അത് നമ്മളുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് സ്പ്രെഡ് ചെയ്ത് വന്നിട്ട് നമുക്ക് അത് നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഐബ്രോസ് ഒക്കെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതുപോലെയുള്ള ഒരു പാലറ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ പൗഡറുകളാണ്, ഐബ്രോ നമ്മൾ എഴുതാനുള്ള പൗഡറുകൾ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ടച്ചിന് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ബ്ലാക്ക് ഒക്കെ ഈ പറഞ്ഞ ഐബ്രോ പെൻസിൽ വാങ്ങില്ലേ, അതിനെക്കാട്ടിലും നല്ലത് ഒന്നും കൂടെ നമുക്ക് ബ്രൗൺ ഐബ്രോ പെൻസിൽ ഓക്കെയാണ്. ബ്ലാക്ക് വാങ്ങിക്കുന്ന ആൾക്കാർ ഇതിന്റെ പാലറ്റ് മേടിക്കുക. ഇത് മൊത്തം പൗഡറാണ്, 4 ഷെയ്ഡുള്ള പൗഡറാണ്. അപ്പൊ ഇതും നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഐബ്രോസ് സെറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മളുടെ മസ്കാരയാണ്. മസ്കാര ഞാൻ മുകളിൽ ഐ ഷാഡോ ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല. ഇത് മസ്കാര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ ലാഷസ് ഒക്കെ നന്നായിട്ട് വിടർന്ന് നിൽക്കും. ഞാൻ അടിഭാഗത്ത് യൂസ് ചെയ്യണില്ല, മുകളിൽ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. കാരണം എനിക്ക് ലാഷസ് താഴെ കുറവുള്ളവർ യൂസ് ചെയ്ത് നല്ല കംഫർട്ടായിട്ട് വിടർന്ന് നിൽക്കും. പക്ഷെ എനിക്കത് ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ കണ്ണിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോഴത്തേനും കണ്ണിൽ വെള്ളം വരും. ഇതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു നല്ല ഒരു കണ്ണ് വിടർന്ന് നിൽക്കാനും നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയല്ല എന്നൊക്കെ ഫീൽ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ആ കണ്ണ് നമ്മളുടെ ഓക്കെ ആയാൽ തന്നെ നമ്മുടെ ഫേസിൽ നമുക്കൊരു ബ്രൈറ്റ്നെസ് വരും. നല്ല ഡാർക്കായിട്ട് കണ്ണെഴുതുക, ലാഷസ് ഒക്കെ നല്ലതായിട്ട് നിൽക്കുമ്പോൾ തന്നെ. ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെയൊക്കെ ഡിഫറൻസ് നമുക്ക് അത് യൂസ് ചെയ്യാണ്ടാവുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് യൂസ് ചെയ്തിട്ടും ഇത് യൂസ് ചെയ്യാതെ ആഫ്റ്ററും ബിഫോറും നമ്മൾ നോക്കില്ലേ, അപ്പം അറിയാം നമ്മൾക്ക് കണ്ണിലെ അടിഭാഗത്ത് ഒരു കൺമഷിയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ്നെസ് വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഐലൈനർ ആണ്. ഐലൈനർ എന്തായാലും ഇപ്പം ഇതിനകത്ത് നോക്കി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളാവും. അതുകൊണ്ട് ഐലൈനറും കൂടെ എഴുതിയിട്ട് ഞാൻ ബാക്കിയുള്ളത് പറയാം. അപ്പോൾ നമ്മളുടെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മളുടെ പൊട്ട് കുത്തണം. പിന്നെ ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും അത് മസ്റ്റാണല്ലോ. അതിന് മുമ്പ് നമുക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണം, സാരി ഉടുക്കണം. അപ്പോൾ ഇനി സാരി ഉടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ഫൈനൽ ടച്ച് ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട്, സാരിയുടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇനി ആക്സസറീസും ലിപ് ലൈനർ നമ്മളുടെ മസ്റ്റ് ആയിട്ടുള്ള ഐറ്റമല്ലേ. ലിപ് ലൈനർ യൂസ് ചെയ്താൽ മാത്രമേ ലിപ്പിന് ഒരു പ്രത്യേക ഭംഗി വരുള്ളൂ. കേട്ടോ, ലിപ് ലൈനർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ആ ലിപ്പിൻ്റെ ഒരു ഷേപ്പ്, ഓരോരുത്തരുടെ ലിപ്പ് ഇത് എന്ത് ഷേപ്പാണെന്ന് ചോദിക്കരുത് കേട്ടോ. നമ്മളുടെ ലിപ്പിനനുസരിച്ച് നമ്മൾക്കൊരു ഷേപ്പ് വരും. അത് ലിപ് ലൈനർ യൂസ് ചെയ്താൽ ഒരു പ്രത്യേക ഭംഗിയാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തു. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് 2 പെയർ കമ്മലുണ്ട്. ഇതോ കൺഫ്യൂഷനായി. എനിക്ക് ഇതാ ഇഷ്ടമായി. അപ്പോൾ ഇത് യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും മുടി ഇങ്ങനെ എടുക്കില്ല. പിന്നെ ബാംഗിൾസ് ഇതാണ്, ഈ ബാംഗിളാണ് ഇടുന്നത്. ഒരു കയ്യിൽ പിന്നെ ബ്രേസ്ലെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റണില്ല. പിന്നെ ഇതാണ് നമ്മുടെ മാല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് കാണാം. ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഇതാണോ നമ്മുടെ ചെയിനിട്ടു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഈ സാധനങ്ങളൊക്കെ ആ കടതര നിൽക്കണ്ടേ. വേറെ ആരെങ്കിലും അടിച്ച് തരാനുണ്ടെങ്കിൽ ഇത് നമ്മൾ കണ്ണടച്ച് പിടിച്ചിട്ട് ഇത് അടിക്കുക. അല്ലാതുണ്ടെങ്കിൽ നമ്മൾ തന്നെ കണ്ണ് കവർ ചെയ്തിട്ട് ഇത് സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോണ വഴിക്ക് കാണാം. കൂടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതാണ് മോളുടെ ഫ്രണ്ട്. അപ്പോൾ ബാക്കി വിശേഷം അവിടെ പോയിട്ട് പോവാൻ വേണ്ടി കാറിൽ കയറിയിട്ട് കുറച്ച് അങ്ങോട്ട് വണ്ടി എടുത്തപ്പോഴാണ് മൂക്കുത്തി ഇട്ടിട്ടില്ല. കാറിലെ മിററിൽ നോക്കുമ്പോൾ മൂക്കുത്തി കാണാനില്ല. മൂക്കുത്തി നമ്മുടെ മെയിനായിട്ടില്ലേ, അത് ഇട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ വീണ്ടും തിരിച്ചു പോയി മൂക്കുത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചാവക്കാട് കൊടുങ്ങല്ലൂർ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് നമ്മൾ വേറൊരു വഴി കൂടെ ആണ് പോയത്. ഇപ്പോൾ ചേറ്റുവ പാലം വഴിയാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മൾ ഹാളിലെത്തി തൃപ്രയാർ സ്നേഹതീരം ബീച്ചിനോട് അടുത്തുള്ള ഒരു മജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹാളിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. മുസ്ലിം വെഡ്ഡിങ് ആയിരുന്നേ.
അവരുടെ ഫസ്റ്റ് ഫങ്ഷൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പയ്യൻ്റെ വീട്ടിലെ സെക്കൻഡ് പ്രോഗ്രാമാണ്. അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോളിലെത്തി നമ്മൾ ഫ്രണ്ട്സിനെ ആയിട്ടൊക്കെ കണ്ടു. ഫോട്ടോ സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പിന്നെ സ്റ്റേജിൽ കുറച്ച് പ്രോഗ്രാമും ഫോട്ടോ സെക്ഷനും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ്, അങ്ങനത്തെ ഒരു പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പയ്യനും പെൺകുട്ടിയും കൂടെ സ്റ്റേജിലേക്ക് ഉള്ള എൻട്രിയാണ്. അപ്പോൾ അത് ഫോട്ടോഗ്രാഫേഴ്സ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് ഒരു പിക്ക് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അത് കണ്ടു. അവരുടെ ഫോട്ടോ സെക്ഷനും ഡാൻസും ഒക്കെ കുറച്ച് നേരം അവിടെ നമ്മൾ ഹോളിൽ കണ്ടിരുന്നു. അപ്പോഴത്തേന് പിന്നെ മോളുടെ ഫ്രണ്ട്സൊക്കെ വന്നു, അവരുമായിട്ട് സംസാരിച്ചു. സ്കൂളിൽ പോകാത്തതിൻ്റെ വിശേഷങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെയും സ്കൂളില്ല, കാരണം ആ റൂട്ടിൽ ബസ് സ്ട്രൈക്കാണ്. റോഡിൻ്റെ നല്ല റോഡായതുകൊണ്ട് ബസ്സുകാർ ഓടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷമാണ് അവർ കാണിക്കണേ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, മട്ടൻ, ചിക്കൻ, മന്തി, അങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെയുള്ള ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇങ്ങനെ നെക്സ്റ്റ് ചായ, പലതരം വെറൈറ്റി ചായകളുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം, സാധാരണ എല്ലായിടത്തും ഉള്ള പോലെ പുഡിങ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. ഞാൻ ഐസ്ക്രീം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഹിബിസ്കസ്, ലാവൻഡർ, അങ്ങനെ വെറൈറ്റി മസാല പലതരം ചായകളുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരതിനെക്കുറിച്ച് പറയാം. അവരുടെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. ഞാൻ ലാവൻഡർ ആട്ടോ കുടിച്ചത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് പോണ വഴിക്കാണ് നമ്മളുടെ അഞ്ചങ്ങാടി ബീച്ച് സൈഡ് എത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം നല്ല വൈബായിരുന്നു അവിടെ. ആ വഴി പോണ എല്ലാവരും അവിടെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഭംഗി ആ സൈഡിൽ കാണാൻ. അങ്ങനെ അന്നത്തെ സൺഡേ ഫുള്ള് ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യാൻ മറക്കരുതേ.